ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിലൊരു മീൻ കറിയാണ് കേട്ടോ. കുക്കറിൽ ഒറ്റ വിസിൽ മതി ഈ മീൻ കറി തയ്യാറാക്കിയെടുക്കാനായിട്ട്. അത് ചെറിയ മത്തി വെച്ച് കുരുമുളക് ഇട്ട് വെച്ച മീൻ കറിയാണ്. ഒട്ടും തന്നെ ഉടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മീൻ കറി നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയ മത്തിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തീരെയും ചെറിയ മത്തി ആയതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടാണ് കറി വെക്കുന്നത്. വലിയ മത്തിയാണ് എടുക്കുന്നതെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഞാൻ വരഞ്ഞു കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 4-5 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കുരുമുളക് പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളർ കിട്ടാൻ വേണ്ടി 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 5-6 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. ഇനി അരയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ അരയ്ക്കുന്നില്ല കേട്ടോ. ചെറിയ തരിതരിപ്പോടെയാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്ന പോലെ മസാലയൊന്നും വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. ഡയറക്റ്റ് മീനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മസാല നന്നായിട്ട് മീനിലൊന്ന് യോജിപ്പിച്ചെടുക്കണം. മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ പുരട്ടിയെടുക്കണം. ഇനി മസാല ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ മസാല നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിവിടെ കവർ ചെയ്തിട്ട് 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കുക്കർ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 2 പിഞ്ച് ഉലുവ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഉലുവ പൊടിയായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ നേരത്തെ മസാലക്കൂട്ട് തയ്യാറാക്കിയില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ 2 പിഞ്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 7-8 ചുവന്നുള്ളി സ്ലൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻകറി തയ്യാറാക്കുമ്പോൾ ചുവന്നുള്ളി തന്നെ ചേർക്കണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഇനി വളരെ കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആകാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്, നന്നായിട്ട് പഴുത്ത തക്കാളി. അതും കനം കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കാം. കുക്കറിലായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. അത് കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് നിരത്തിയിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മസാല പുരട്ടിയ മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ആ മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ആ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി കുതിർത്തെടുത്താണ്. അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുളിക്കനുസരിച്ച് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ പുളിയൊക്കെ ചേർത്തുകൊണ്ട് ഉപ്പിൻ്റെ അളവിന് വ്യത്യാസം വരും. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുക്കുന്നുണ്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം അതിലെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ തിക്കായിട്ടുള്ള ഗ്രേവിയോടുകൂടിയാണ് മീൻ കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. കുരുമുളക് ഇട്ട് വരട്ടിയെടുത്ത മീൻകറിയാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.